അടുത്തതായിട്ട് ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ നുവാമ അപ്പോളോ ഹോസ്പിറ്റൽസിന് ഒരു ബൈ റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ഏകദേശം ഒരു 18% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കൽപ്പിച്ചുകൊണ്ട് നിലവിൽ 9,090 രൂപ എന്ന് പറയുന്നതാണ് നിലവിൽ ആ ഒരു ടാർഗറ്റ് പ്രൈസായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു മെത്തേഡ് ഒരു വാല്യുവേഷന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സം ഓഫ് ദ പാർട്ട് വാല്യുവേഷനാണ്. നിലവിലിപ്പോൾ അപ്പോളോ പരിശോധിക്കുകയാണെങ്കിൽ പല വേർട്ടിക്കലുള്ള ഒരു ബിസിനസ് ഉണ്ട്. അവരുടെ ഹെൽത്ത് കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഫാർമസി ഡിജിറ്റലുണ്ട്. കൂടാതെ AHLL ബിസിനസ് നോക്കുകയാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് ബിസിനസ്സും ക്ലിനിക്കൽ ബിസിനസ്സും ഒക്കെയുണ്ട്. അതുകൊണ്ട് ഇതിനെയൊക്കെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു വാല്യുവേഷൻ മെത്തേഡായിട്ടുള്ള SOTP വാല്യുവേഷൻ മെത്തേഡാണ് അവരിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയുടെ അല്ലെങ്കിൽ അപ്പോളോയുടെ ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 9% ഒരു വർധനമാണ് കമ്പനിക്ക് അവരുടെ റവന്യൂ വരുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് കാര്യമായിട്ടുള്ള ഒരു വർധനവ് ഉണ്ടായിട്ടില്ല. ഇതിനുള്ളൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഘടകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശിൽ നിന്നുള്ളൊരു പേഷ്യൻസ് അപ്പോളോ ഹോസ്പിറ്റൽസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അസറ്റായിരുന്നു. അതിലുണ്ടായിരിക്കുന്ന ഒരു കുറവാണ് ഇപ്പോൾ ഈ ഒരു വരുമാനത്തിൽ കമ്പനിക്ക് തിരിച്ചടിയായിരിക്കുന്നത്. ഏകദേശം 69% ഈ ഒരു കുറവിന് ശേഷം അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാലും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു മാർജിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എബിഡയിലൊക്കെ തന്നെ ഒരു വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും സാധിക്കുന്നു. ഏകദേശം 24.6% ഒരു ഗ്രോത്താണ് എബിഡയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഗ്രോത്ത് ഡ്രൈവേഴ്സ് പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ഒരു 12 മുതൽ 13% ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു റവന്യൂ ഗ്രോത്ത് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് അപ്പോളോ ഹോസ്പിറ്റൽസിന് സാധിക്കും. എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് മാത്രം സാധിക്കും എന്നൊരു പോയിൻ്റാണ് നിലവിൽ ഇപ്പോൾ നുവാമ പറഞ്ഞിരിക്കുന്നത്.